മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 6/1/1993 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മകയിരമാണ് നക്ഷത്രം. മകയിരം 1-ാം പാദം. ഇടവ ലഗ്നം. ലഗ്നത്തിൽ ചന്ദ്രൻ, കേതു. 2-ൽ കുജൻ. 3-4 ഭാവങ്ങൾ ശൂന്യം. 5-ൽ വ്യാഴം. 6 ശൂന്യം. 7-ൽ രാഹു. 8-ൽ സൂര്യൻ, ബുധൻ. 9-ൽ ശനി. 10-ൽ ശുക്രൻ. 11-ൽ ഗുളികൻ. 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീ ജാതകമാണിത്. വിവാഹ സംബന്ധമായി, പ്രണയ സംബന്ധമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളുള്ള പാറ്റേണിൽ വരുന്ന ഒരു ഗ്രഹനിലയാണിത്. എന്തുകൊണ്ടാണത്? ഒന്ന്, ഇടവ ലഗ്നം. ഇടവത്തിൻ്റെ അധിപൻ ശുക്രൻ 10-ൽ നിൽക്കുന്നു. അവിടേക്ക് ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടി വരുന്നു. ലഗ്നാധിപനോടൊത്ത് അല്ലെങ്കിൽ ലഗ്നാധിപനിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗുളികൻ രണ്ടും നല്ലതല്ല ഏതൊരാൾക്കായാലും. ലഗ്നാധിപൻ്റെ പവറിനെ, ശക്തിയെ ഗണ്യമായി കുറയ്ക്കാൻ ഗുളികൻ്റെ സ്വാധീനം കൊണ്ട് സാധിക്കും എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. 1. 2, ലഗ്നത്തിൽ ഉച്ചനാണ് ചന്ദ്രൻ. പക്ഷേ കേതുവിനോടൊത്താണ് നിൽക്കുന്നത്. അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാമത്തെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ രാഹു കേതു കോമ്പിനേഷൻ, അതിനോടൊത്ത് ചന്ദ്രൻ നിൽക്കുന്നു. ചന്ദ്രൻ കേതു, ചന്ദ്രൻ രാഹു, ചന്ദ്രൻ ശനി, അതല്ല എങ്കിൽ ചന്ദ്രൻ ഗുളികൻ. ഇത്രയും അവസ്ഥകൾ, അല്ലെങ്കിൽ നീചമായിട്ടുള്ള അവസ്ഥയിലെ ചന്ദ്രൻ, ഇത്രയും അവസ്ഥകളിൽ ചന്ദ്രൻ നിന്നാൽ നല്ലതല്ല എന്ന് മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം വ്യക്തികൾക്ക്, ഇത്തരം ഗ്രഹനിലകളിൽ ലഗ്നത്തിൽ ആ വ്യക്തിയിൽ തന്നെയാണ് ചന്ദ്രൻ കേതു നിൽക്കുന്നത്. മനസ്സിന് സ്വസ്ഥത എന്ന് പറയുന്നത് ഉണ്ടാവില്ല. അതിന് പ്രധാന കാരണം ഈ വ്യക്തി തന്നെ ആയിരിക്കും. ചിന്തകളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലുള്ള തോട്ട് പ്രോസസ്സ് ഇത്തരക്കാർക്ക് പൊതുവെ കണ്ടുവരുന്നുണ്ട്. അതൊരു പ്രധാന റീസൺ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഓവർ തിങ്കിങ്. കാര്യങ്ങൾ ചെറുതാണെങ്കിൽ പോലും വലുതായി പർവ്വതീകരിച്ച് കാണുന്ന ഒരു ശീലം, അത് പിന്നീട് എക്കാലവും ഒപ്പമുള്ള ഒരു ശീലമായി, ദുശീലമായി തന്നെ അത് മാറാനും സാധ്യത ഇത്തരക്കാർക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്ത്, കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ എടുത്തൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലത് തന്നെ. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ വിവാഹസ്ഥാനം ലഗ്നാൽ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ 2-ൽ ശത്രു സ്ഥാനത്ത്, ശത്രുക്ഷേത്രത്തിൽ, ബുധൻ്റെ ക്ഷേത്രത്തിൽ, മിഥുനത്തിൽ നിൽക്കുന്നു. കുജൻ ബുധൻ അത്ര നല്ല ബന്ധം ഉള്ള ഗ്രഹങ്ങൾ അല്ല. അതിൽ കുജൻ പൊതുവെ ശക്തനുമാണ്. 7-ൽ രാഹുവും 7-ാം ഭാവാധിപൻ 2-ൽ ശത്രുക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ പ്രണയ സംബന്ധമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ പറഞ്ഞ ഒരു പോയിന്റിന് ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ, കേതു, രാഹുവിൻ്റെ ദൃഷ്ടി, ഇതിന് വളരെ കണക്ഷൻ കൂടുതലാണ്, ബന്ധം കൂടുതലാണ്. അസ്വസ്ഥ ചിന്തകൾ. അതുപോലെ തന്നെയാണ് അതിലേക്ക് കണക്ട് ചെയ്ത് പറയേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ അവസ്ഥ. ശനിയുടെ ക്ഷേത്രത്തിൽ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. ഗുളികൻ പൊതുവെ ഏതൊരു ഗ്രഹത്തോടൊത്ത് നിന്നാലും ആ ഗ്രഹത്തിൻ്റെ ഗുണഫലത്തെ കാര്യമായി തന്നെ അത് ബാധിക്കും. അത് ദൃഷ്ടിയിൽ വന്നാലും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ പേഴ്സൻറ്റേജിൽ കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം. എന്നാൽ 11-ൽ നിൽക്കുന്ന ഗുളികൻ പൊതുവെ നല്ലതുമാണ്. ഇവിടെ അത് ശ്രദ്ധിക്കേണ്ടത് 12-ലേക്ക് 2-ാമത്തെ ദൃഷ്ടി നടത്തുമ്പോൾ ചെലവുകളെ അനിയന്ത്രിതമായി കൂട്ടും. ലഗ്നാധിപനെ വീക്ഷിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് തന്നെ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഇടയ്ക്കിടെയോ ഇടവിട്ടോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ 11-ൽ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ ഗുളികന് വേണ്ടി പരിഹാരം ചെയ്യരുത് എന്നും പറയാറുണ്ട്. പൊതുവെ 11-ലെ ഗുളികൻ നല്ലതാണ്. പക്ഷേ അതിൻ്റെ ദൃഷ്ടികൾ 12-ലേക്കും 10-ലേക്കും വരുന്ന ദൃഷ്ടികളാണ് മോശം. ഒരു സൈക്കോ സ്വഭാവം എപ്പോഴും ഗുളികൻ 11-ൽ നിൽക്കുന്ന ഗുളികൻ പൊതുവെ കാണിച്ച് കാണാറുണ്ട്. അതിതുകൊണ്ടാണ് 11-ൽ നിന്നുകൊണ്ട് 11-ൻ്റെ ഗുണം ചെയ്യുകയും എന്നാൽ 12-ലേക്കും 10-ലേക്കും ദൃഷ്ടി വയ്ക്കുക വഴി ആ 2 ഭാവങ്ങളെയും നെഗറ്റീവ് ആക്കുകയും ചെയ്യും. ഇതാണ് ഗുളികൻ 11-ൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ജോലി.
ഈ രണ്ട് ഭാവങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ചെലവിൻ്റെ സ്ഥാനമാണ്, രണ്ട് തൊഴിൽ സ്ഥാനമാണ്. തൊഴിലിനെയും അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കാം. അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, സ്ഥലം മാറ്റങ്ങളിലൊക്കെ ഉദ്ദേശിക്കാത്ത സമയത്തോ നേരത്തോ ഒക്കെ ഉണ്ടാകാം. അതല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഇറിറ്റേഷൻസ്, ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ട്, പ്രത്യേകിച്ച് ചന്ദ്രൻ കേതു ഒരുമിച്ചുള്ളത് കൊണ്ടും രാഹുവിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ടും മനസ്സ് ഏതെങ്കിലും രീതിയിൽ അസ്വസ്ഥമാകണമെന്ന് അദ്ദേഹത്തിന് എഴുതി തന്നെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വള്ളികളിൽ ചെന്ന് ചാടുന്ന, അറിഞ്ഞോ അറിയാതെയോ ചെന്ന് ചാടുന്ന ഒരു സഹജമായ ശീലം ഇത്തരക്കാർക്ക് ചിന്തകൾ വഴി അതിനുള്ള ശക്തി കൊടുക്കും. പക്ഷെ ചെന്ന് ചാടിയ ശേഷം അത് അബദ്ധമായിരുന്നുവെന്നും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടും വന്ന് കാണാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ 5ലാണ് ഗുരു നിൽക്കുന്നത്. വ്യാഴം നല്ലത് തന്നെയാണ്, പക്ഷേ അത് ഗുരു നിൽക്കുന്നത് ബുധൻ്റെ ക്ഷേത്രത്തിലാണ് എന്നതൊഴിച്ചാൽ അത് നല്ലത് തന്നെയാണ്. കുജൻ്റെ 4ാമത്തെ ദൃഷ്ടിയും ഗുരുവിനുണ്ട്, വ്യാഴത്തിനുണ്ട്. ഇവിടെ ഈ രാഹു 7ൽ നിൽക്കുന്ന രാഹു, പൊതുവേ രാഹു 7, 9 പോലെയുള്ള ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 7ലൊക്കെ രാഹു നിന്ന് കഴിഞ്ഞാൽ ചേർക്കേണ്ടുന്ന ഗ്രഹനിലകളുടെ ഒരു രീതിയുണ്ട്. ആ രീതിയിലുള്ള ഗ്രഹനിലകൾ മാത്രം ചേർക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം കട്ടി സ്വഭാവം കൂടുതൽ കാണിക്കുന്ന ഛായാഗ്രഹമാണ് രാഹു. അപ്പോൾ അത് ചേർക്കേണ്ടതല്ല ചേർക്കുന്നത് എങ്കിൽ വളരെ മോശമാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഡിവോഴ്സിലെത്തി വിളിക്കുന്ന ആളുകളുണ്ട്. എന്താണ് 7ൽ രാഹു എന്ന് പറയുന്ന, അത് ചേർക്കാൻ പാടില്ലാത്ത, യാതൊരു രീതിയിലും ഒത്തുപോകാത്ത, ലഗ്നങ്ങളും തമ്മിൽ ചേരില്ല, 7ാം ഭാവവും തമ്മിൽ ചേരില്ല, 7ൽ നിൽക്കുന്ന രാഹുവിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലുള്ള പാറ്റേണിലുള്ള ഗ്രഹനിലയുമായിട്ടുള്ള ചേർത്തിട്ടുള്ളത്. അത് പിരിയുകയല്ലാതെ വേറെ വഴിയില്ല. ഇതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളുണ്ട്. 7ൽ രാഹു നിന്നാൽ എന്തൊക്കെ എടുക്കണം എടുക്കണ്ട എന്ന് ഒരു കൃത്യമായ ചിട്ടവട്ടമുണ്ട്. അപ്പോൾ അത് പാലിച്ചു പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ലാതെ 7ൽ രാഹുവിനെ വച്ച് തന്നെ യാതൊരു കുഴപ്പവുമില്ലാതെ ഏതാണ്ട് 25 കൊല്ലത്തിൽ കൂടുതൽ കാലം വിവാഹ ജീവിതം നയിച്ചിട്ട് മകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ച ഒരു ലേഡിയുണ്ട്. 7ൽ രാഹുവാണ്, പക്ഷേ അതിനോട് ചേർക്കേണ്ടുന്ന ഗ്രഹനില തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറുടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുമുണ്ട്, രണ്ടുമുണ്ട്. 7ൽ രാഹു നിന്നു എന്നതുകൊണ്ട് ഭയപ്പെടേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഒരു ശ്രദ്ധ കൊടുക്കുക, എന്നിട്ട് ചേർക്കേണ്ടതിനെ ചേർക്കുക. ഇത്രയേ അതിന് പരിഹാരമുള്ളൂ. അതേപോലെ ഈ 7ാം ഭാവാധിപൻ കുജൻ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പാർട്ട്ണർ ഏതെങ്കിലും രീതിയിൽ ശത്രുവിനെ പോലെ പെരുമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെയാണ് ഈ രാഹു അടുത്ത റൗണ്ട് ആക്രമണം നടത്തുക. ഈ ശത്രുത ഇതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ രാഹു അത് പൊളിച്ചിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മനസ്സ് വേദനിച്ചു കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയും ഒരർത്ഥം ഇത്തരം 7ാം ഭാവം കൊണ്ട് പറയേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ മകയിരമാണ് നക്ഷത്രം. കുജദശയിൽ ജനിച്ചു. 99 വരെ കുജൻ, അതിനുശേഷം 18 കൊല്ലം രാഹു, ശേഷം വ്യാഴം 2033 വരെ, അതിനുശേഷം ശനി 2052 വരെ, ശേഷം ബുധൻ 2069 വരെ, ശേഷം കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ഗുരുവിൽ ശുക്രനാണ്. 2024 ഡിസംബർ 25 തൊട്ട് 2027 ഓഗസ്റ്റ് 26-ാം തീയതി വരെ ഗുരുവിൽ ശുക്രൻ. 5ൽ നിൽക്കുന്ന വ്യാഴം, എങ്ങനെയുള്ള ശുക്രൻ? ലഗ്നാധിപത്യം വഹിച്ച് ശനിയുടെ ക്ഷേത്രത്തിൽ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശുക്രനാണ്. 2024 to 27 എന്തെങ്കിലുമൊക്കെ ശുക്രൻ റിലേഷൻഷിപ്സിൻ്റെയും പ്രണയത്തിൻ്റെയും ഒക്കെ കാരകൻ, വിവാഹത്തിൻ്റെയൊക്കെ കാരകൻ. അപ്പോൾ ഏതെങ്കിലും പുതിയ ബന്ധങ്ങളോ റിലേഷനോ പ്രണയമോ ഒക്കെ വന്നു ചാടാൻ പറ്റിയ സമയമാണ്. പക്ഷേ അതിൽ ശ്രദ്ധ കൊടുക്കുക. ചേർന്ന് പോകുന്നതാണോ എന്ന് ഉറപ്പാക്കിയ ശേഷം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുക. കാരണം ഈ ശുക്രൻ്റെ അപഹാരം എന്ന് പറയുമ്പോൾ ഗുളികൻ്റെ ദൃഷ്ടിയുള്ള ശുക്രനാണ്, ലഗ്നാധിപനുമാണ്. അപ്പോൾ ഈ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ അബദ്ധം പറ്റാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും ക്രൂഷ്യൽ പോയിൻ്റ് എന്ന് പറയുന്നതും. അപ്പോൾ അത്തരം അബദ്ധങ്ങൾ പറ്റുന്നുണ്ടോ എന്ന് കൃത്യമായിട്ടൊന്ന് ദീർഘവീക്ഷണത്തോടു കൂടി ചിന്തിക്കുക. എന്നിട്ട് ഉറച്ച് തീരുമാനങ്ങൾ എടുക്കുക. അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലുമാണ്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.